നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമീണതയും പച്ചപ്പും പ്രകൃതി സൗന്ദര്യവുമെല്ലാം കാലാകാലങ്ങളായി പല ഭാവത്തിൽ, പല രൂപത്തിൽ, പല മഹാകവികളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീ അനിൽ പനച്ചൂരാൻ എന്ന കവിയിലൂടെ ഇവയെല്ലാം പുനർജനിക്കുമ്പോൾ അവയ്ക്കൊരു പുതിയ ഭാഷ്യം, പുതിയ മുഖം ആണ് നൽകുന്നത്. ഒരുപക്ഷെ മലയാള കവിതയുടെ ആധുനിക മുഖം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അണ്ണാറക്കണ്ണനും മിടുവായൻ തവളയും കുരുവിയും എല്ലാം ഇങ്ങനെ പുനർജനിക്കുമ്പോൾ മലയാളിക്ക് പുതിയൊരു താളബോധം, സൗന്ദര്യം, ഉണർവ് എല്ലാം ഇതിലൂടെ ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നഗ്നസത്യങ്ങളുടെ പകർത്തെഴുത്തും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ദർശിക്കാൻ സാധിക്കും. പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ ശ്രീ അനിൽ പനച്ചൂരാനാണ് ഇന്നത്തെ ഓണത്തോണിയിലൂടെ തൻ്റെ കാവ്യാനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ഒപ്പം ഓണസ്മരണകളും നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരം. പണ്ട് എന്താ പറയണ്ടേ, കവിത വാമൊഴിയായി ചൊല്ലി നടന്നിരുന്ന അനിൽകുമാർ CU എന്ന വിപ്ലവകാരി പിന്നീട് ഒരുപാട് വൈകിട്ടാണ് അത് വായനക്കാരുടെ സ്വകാര്യ അനുഭവമായി മാറ്റിക്കൊടുത്തത്. അതോടൊപ്പം തന്നെ ചലച്ചിത്ര ഗാനങ്ങളും ഉണ്ടായി താങ്കളുടേതായിട്ട്. കാലം ഇത്ര കടന്നു വന്നപ്പോൾ ആ വിപ്ലവ വീര്യത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി? വിപ്ലവമൊന്നും പറയാൻ പറ്റില്ല. വിപ്ലവ കവികളൊന്നും ഇപ്പൊ നമുക്ക് പറയാനുള്ള കവികളൊന്നും ഇപ്പൊ ഇല്ല. പണ്ടെവിടെയോ അതങ്ങനെ പറയാവുന്നവരൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ അവകാശപ്പെടാനേ പറ്റില്ല. കാരണം വിപ്ലവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പം ആ തിരുനാളങ്ങളൊക്കെ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിലും ഇവിടെ നമ്മുടെ കവിത വാമൊഴിയായിട്ട് എന്നുള്ള അവസ്ഥ ഇപ്പം മാറി. ഇലക്ട്രോണിക് മീഡിയ വന്നതോടുകൂടി നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഒരാൾക്ക് കവിത, തൻ്റെ മനസ്സിലുള്ള കവിത വേറൊരാളെ ചൊല്ലിക്കേൽപ്പിക്കാൻ ഒരുപാട് മീഡിയ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ ചൊല്ലി നടന്നിരുന്നത്. കാരണം അന്ന് കവിയരങ്ങുകളിലൂടെയാണ് എൻ്റെ കവിത വെളിച്ചം കണ്ടിരുന്നത്, അല്ലെങ്കിൽ ആളുകൾ കേട്ടിരുന്നത്. പുസ്തക രൂപത്തിൽ അങ്ങനെ ആക്കാൻ അങ്ങനെ ശ്രമിച്ചതുമില്ല, ശ്രദ്ധിച്ചതുമില്ല. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ പുസ്തകത്തിൻ്റെ പ്രസാധകർ എന്നെ കാത്ത് വരികയും അങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്രയോ അങ്ങനെ വരുന്നുള്ളൂ. അല്ല, കവിയരങ്ങൾ സജീവമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ? കവിതകൾ ഈണത്തിൽ ചൊല്ലി നടന്നിരുന്ന കവി എന്നായിരുന്നു ഒരു വിശേഷണം തന്നെ. ഗ്രാമത്തിന്റെ ഒരു സവിശേഷതയും ഭംഗിയും എല്ലാം ഒരു കവി എന്നുള്ള നിലയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? പിന്നെ ഗ്രാമം നമ്മളെ ഒരുപാട്, ഇപ്പൊ എന്റെ കവിത തന്നെ ഇപ്പൊ നമ്മൾ ഈ പരിപാടിക്ക് പേര് ഓണത്തോണിയാണ്. എന്റെ ഒരു പാട്ടിലുണ്ട്, ഞാൻ വന്ന ആദ്യം എഴുതിയ പാട്ടാണ് തോന്നുന്നത്. തിരികെ ഞാൻ വരുന്ന പാട്ടിലുണ്ട്, ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണി ഊന്നുമ്പോൾ തിരപുൽകും നാടന്നെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടിന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടിന്നും. ഞാൻ പറഞ്ഞതല്ല, ഐഹിക ജീവിതം തന്നെ ഒരു തോണിയാത്രയാണെന്ന് പണ്ടേ കവികൾ പാടിയിട്ടുള്ള. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതവും കവിതയും ഈ തോണിയും ഒക്കെ നമ്മളെ എങ്ങനെയോ ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും എല്ലാം യാതൊരു സങ്കോചവുമില്ലാതെ കവിതയിലൂടെ പ്രതിഫലിപ്പിക്കാനായിട്ട് ഒരുപാട് കവിയരങ്ങുകൾ. അല്ല, ഇപ്പോഴും ഞാൻ കവിയരങ്ങുകളിൽ പോകാറുണ്ട്. ഇപ്പോഴും ഞാൻ കവിയരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കല്ല. കവികളുടെ ഒരു കൂട്ടമുണ്ട് നമുക്ക്. ഞാൻ ആദ്യമായി എൻ്റെ ഒരു കവിത, വളരെ പിന്നീട് പ്രസിദ്ധമായ ഒരു കവിത, വലയിൽ വീണ കിളികൾ, വളരെ സിമ്പിളായി ആകുന്നുണ്ട്. ഇത് ഉത്സവപ്പറമ്പ് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കവി സമ്മേളനം, പിന്നെ ഇവിടെ നാട് നടക്കുന്ന സ്ഥലത്താണ്. അവിടെ അപ്പം ഈ ഘോരമായ കവിതകളൊക്കെ പാടിയാൽ ആകെ കുഴപ്പമാവും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വളരെ സിമ്പിളായ ഒരു കവിത എന്ന നിലയിൽ ഞാൻ ചൊല്ലി തുടങ്ങിയ കവിതയാണ് വലയിൽ വീണ കിളികൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കവിത. വളരെ സിമ്പിളായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് കേട്ടിട്ട് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയമ്മ, കുറേ പ്രായമുള്ളൊരു അമ്മ വന്നിട്ട് എനിക്കൊരു നാരങ്ങ തന്നു. ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. അത് കണ്ടല്ലൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോഴും അത് മറന്നു പോകാൻ പറ്റില്ല. കാരണം ആ ഗ്രാമം, അവിടെ നിന്ന് ഞാൻ പിന്നെ കവിത പിന്നെ ആ കവിത ഒരുപാട് ചൊല്ലാൻ തുടങ്ങി. കവിത ചൊല്ലി അങ്ങനെ ആളുകളെ കയ്യിലെടുക്കാം, ഈ നാരങ്ങ കയ്യിലെടുത്ത പോലെ പറ്റും എന്നൊരു തോന്നലുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു അത്. കവിത ചൊല്ലി ഞങ്ങളുടെ നാടിന്റെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ കായലും നാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നൊരു, എനിക്ക് തോന്നുന്നു എന്നെ ഇത്തരം പിന്നെ ഒരു ചുറ്റുപാട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഗ്രാമത്തിനെ കുറിച്ച് ഗ്രാമം മാത്രമല്ല, ഞാനിപ്പോൾ പള്ളിച്ചലാറ്, കരുനാഗപ്പള്ളി എന്ന സ്ഥലമാണ്. പള്ളിച്ചലാറ് ഒഴുകുന്ന അവിടെ അതിൻ്റെ തീരത്ത് ഞാൻ കുറേ സ്ഥലം വാങ്ങിയിട്ട് അക്ഷരം എഴുതി വാങ്ങിയ പണം അങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു അക്ഷര സൗധം എന്ന് പറഞ്ഞൊരു വീട്
കവികൾക്കൊക്കെ വന്ന് താമസിക്കും. കവികൾക്ക് മാത്രമല്ല കലാകാരന്മാർക്കൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടി ഒരു വീട് കെട്ടാൻ പോകുന്നു. പല അനുഭവങ്ങളിലൂടെയാണ് കവിത ഉയർകൊള്ളുന്നത്. ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെയും അല്ലെ, യാഥാർത്ഥ്യങ്ങളിലൂടെയും കണ്ട കാര്യങ്ങളിലൂടെയുമാണ് ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ഒരു കവിത ജയരാജ് സാറ് മകൾക്ക് എന്നുള്ള സിനിമയിൽ ഒരു പാട്ടെടുത്തത് അനാഥൻ എന്നുള്ള കവിതയെ, അതിനൊരു സംഭവം ഉണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ. എന്തായിരുന്നു അത്? അത് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു കായംകുളത്തൊക്കെ കലഞ്ഞിരുന്നൊരു ഭ്രാന്തിയുണ്ട് സ്ത്രീ. അപ്പം അവര് എങ്ങനെയോ ആ നാട്ടിലെ ആളുകളുടെ അന്നത്തെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് പറയാം. അവര് ഗർഭിണിയാണ് നമ്മൾ കാണുമ്പോൾ. അങ്ങനെ നടക്കുന്നൊരു സ്ത്രീ. ഇവര് ഞാനൊരു ദിവസം ഇങ്ങനെ ഈ ഇന്റർവെൽ സമയത്ത് രാവിലെ ഒരു 11 മണിയൊരു ഇന്റർവെൽ ഉണ്ടല്ലോ സ്കൂളിലെ, ആ സമയത്ത് റോഡിന് സൈഡിൽ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടിട്ട് ഓടി ചെല്ലുമ്പം ഞങ്ങൾ സ്കൂളിൽ പിള്ളേരെയൊക്കെ മാറ്റി നിർത്തുക, സ്ത്രീകളൊക്കെ വരുന്നുണ്ട്, അടുത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് സ്ത്രീകളൊക്കെ വരുന്നുണ്ട്, അവിടെ നഴ്സുമാരൊക്കെ വരുന്നുണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. പിന്നെ നമ്മൾ കാണുന്നവരെ ഒരു തോർത്തൊക്കെ മാത്രം ചുറ്റി, ആരോ കൊടുത്ത നല്ല പുതിയ തോർത്ത അത് മാത്രം ചുറ്റിയിട്ട് ഈ സ്ത്രീ നടന്നു പോവാണ് പ്രസവിച്ചിട്ട്. അവരുടെ രക്തം ഉറ്റി വീഴുന്ന ആ നടപ്പാതേൻ്റെ ആ റോഡ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ അതേപടിയാണ് ആ കവിത, ഞാൻ അതേ ഒരു എന്താ പറഞ്ഞാൽ അതിനൊരു ഒരു മാറ്റം വരുത്താതെ അത് ഞാൻ എന്ത് ചെയ്തേക്കുന്നു, അങ്ങനെ കവിതയാക്കിയേക്കുന്നുള്ളൂ. ഒരു കവിത എഴുതുമ്പോൾ കവി സ്വതന്ത്രനാണ്. ഒരു സിനിമാ ഗാനം എഴുതുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും. അത് കുറവാ. എന്തുകൊണ്ടത്? അത് നമ്മുടെ സ്ത്രീ വിമോചനം പോലെ. സ്ത്രീ സ്വതന്ത്രയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിന്റെ ഒരു നിയന്ത്രണം ഉണ്ടാകുന്ന നല്ലതല്ലേ എന്ന് പറഞ്ഞ പോലെ, ഒരു കുടുംബത്തിൽ കയറുന്ന പോലെ. കവിതയുടെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ പോയി ഒരു പെണ്ണിന് അനുഭവ വിമോചനമൊക്കെ നമുക്ക് ഇവിടെ വെക്കേണ്ടി വരും. ഇവിടെ സ്വന്തം വീട്ടില്, മറ്റേ വീട്ടിൽ അതൊന്നും വെളിയിലെടുക്കാൻ പാടില്ല. അപ്പൊ അവിടെ ചോദിക്കാനും പറയാനും വേറെ കുറെ ആൾക്കാരുണ്ട്. ആണോ? അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി അത് ബാധിക്കൂലേ? ബാധിക്കാതിരിക്കണം, അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ബാധിക്കരുത്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തനാം ഒരു ബാലൻ എന്നുള്ള ട്യൂൺ കേട്ടിട്ട് എഴുതിയതാണോ? ഞാനും ജയചന്ദ്രൻ തമ്മിൽ കണ്ടിട്ടേ ഇല്ല പാട്ട് ചെയ്യുമ്പോൾ. ഞാൻ വേറെ സിനിമയിൽ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ശ്രീനേട്ടൻ വന്ന് കണ്ട് ഞങ്ങൾ പാട്ട് എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ട്യൂൺ വൈസ് അത് കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ ട്യൂൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ജയചന്ദ്രന്റെ കിട്ടിയിട്ട് ഒരു ട്യൂൺ കിട്ടിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ട്യൂൺ വന്നിട്ട് അപ്പൊ അങ്ങനെ എഴുതാം. അങ്ങനെ പിന്നെ അതൊരു വരി മാത്രമേ ഉള്ളൂ. പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു തന്നെ താര തര താര തര താര തര താര തര താര തര താര താര ബാലൻ ബാലൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ബാലൻ ഒരു കാലൻ മുടി മുറി ശീലൻ പെട്ടെന്ന് അത് വന്നു. അത് ഞാൻ അപ്പൊ ഞാൻ വേറൊരു പടത്തിന്റെ പാട്ടിൽ എഴുതുക, സൈക്കിൾ എന്നൊരു വേറൊരു സിനിമയുടെ പരിപാടിയായി ഇരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയത്. ഞാൻ പിന്നെ പരിചയവും ബന്ധമുള്ള എല്ലാ സംഗീത സംവിധായകരും എനിക്ക് തന്നിട്ടുള്ള ആനുകൂല്യം പലപ്പോഴും അല്ല എഴുത്, നമുക്ക് അങ്ങനെ നോക്കാം, പല്ലവി നമുക്ക് അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ അനുപല്ലവി അനിൽ എഴുതുമെന്ന് പറയും. അപ്പൊ അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് അവർക്ക് നമ്മളെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത്ര ട്യൂൺ വൈസ് ഒരു വരി വന്നേക്കാം എന്നുള്ളതുകൊണ്ടാണ്. അല്ല, ആ ഒരു സ്വാതന്ത്ര്യം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട്. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം തന്ന പടങ്ങളായി ഇപ്പൊ ഹിറ്റൊക്കെ, ഇപ്പൊ അണ്ണറക്കണ്ണവായൊക്കെ ബ്ലസ് ചേട്ടനൊക്കെ നമ്മളോട് വളരെ സ്വാതന്ത്ര്യത്തോടെ അല്ലാതെ അനിൽ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. അതെല്ലാ പടവും ഇപ്പം ലൗഡ് സ്പീക്കർ തന്നെ ജയരാജന്റെ അടുത്തപ്പോ പിന്നത്തെ പടം, പിന്നെ വന്നു പോയ സൊലെ, അതൊക്കെ. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് അത്തരം പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. തിരുത്താറുണ്ടോ? എഴുതിയ പാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങളല്ല, കവിതകൾ തിരുത്തും. പിന്നെ കവിത ഒരുപാട് തിരുത്തപ്പെട്ടതിന് ശേഷം നമ്മൾ കവിത പുറത്തു കൊടുക്കുള്ളൂ. കവിത നമ്മുടെ ഒരു സ്വകാര്യ അനുഭവമായി നമുക്ക് ചെടിച്ചതിന് ശേഷം മാത്രം പുറത്തു കൊടുക്കുന്ന. ഞാനതൊരു വലിയ കാര്യം പറയാലോ. ഇപ്പൊ പല പ്രസിദ്ധീകരണങ്ങളും ഓണപ്പതിപ്പിന് എന്നോട് കവിത ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കവിത മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. കാരണം ഒരു കവിത തന്നെ അതൊരു പൂർണ്ണമാക്കി ഞാൻ പൂർണ്ണമായോ എന്നൊരു സംശയം അതന്നെ എനിക്ക് ഇപ്പോഴും ബാക്കിയാണ്. കവിത അത്ര, കാരണം കവിത നമ്മൾ ഭാഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്വത്താണ്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, കവിത ആത്മാവിഷ്കാരമാണ്, അത് ചെടിക്കുമോ? അത് ചെടിക്കലല്ല, നമ്മളിങ്ങനെ ചൊല്ലി ചെടിക്കൽ എന്ന സംഭവമുണ്ട്. അതായത് ചൊല്ലിച്ചെടിക്കൽ എന്ന് പറഞ്ഞാൽ ചെടിക്കണോ അത്? കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് പോയ വാക്കാണ്, അറിയാമല്ലോ. കയ്യിൽ നിന്ന് പോയ വാക്കെന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. കവിക്കാണ് ഏറ്റവും പ്രധാനം. വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളെന്നതിൽ കവിക്കാണ്. ഒരു വാക്ക് പോയി കയ്യിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? ഒരു ഉദാഹരണം പറയാം, ഒരു അക്ഷരത്തെറ്റ്. പതിതമാരുടെ പതിവുകാരനാം ഇരുളും ഒരു തുടം താരബീജവും കരുതിയെത്തുന്ന കൃഷ്ണപക്ഷത്തിലെ വ്രണിതദേഹരാം നിഴലുകൾ നമ്മൾ. ഒരു വരി ഞാൻ എഴുതുക. ഇത് ഒരു പുസ്തകമായ രൂപത്തിൽ വന്നപ്പം പതിതന്മാരുടെ പതിവുകാരനാം എന്നായി. സംഭവം മാറിയില്ലേ? വിഷയം എത്രയോ മാറി. ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ഈ പുസ്തകം തിരിച്ച് എന്ത് ചെയ്ത് മാറ്റണമെന്നും പറയേണ്ടി വന്നു. കാരണം പതിതമാരുടെ പതിവുകാരൻ എന്ന് പറയുന്നതും പതിതന്മാരുടെ പതിവുകാരൻ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പതിത എന്ന വാക്ക് പോലും ഞാൻ വളരെ മനഃപൂർവ്വം വെച്ചേക്കുന്നതാണ്. പതിതമാരുടെ പതിവെന്ന വാക്ക് ചേരണം എന്നുള്ളതുകൊണ്ട് തന്നെ വെക്കുന്നതാണ്. അപ്പൊ മനഃപൂർവ്വമായി നമ്മളുടെ ഹൃദയത്തിലൊരു ജോലിയുണ്ട്, നടക്കുന്നുണ്ട്. കവിത ചൊല്ലി മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും
കവിത വായിക്കാനായി കൊടുക്കുന്നു? അല്ല, വിദ്വാനിക വിജാനതി വിദ്യുജന പരിശ്രമം എന്നൊരു സംഭവമുണ്ട്. കവിത എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിനോടല്ല നമുക്ക് കവിത ചൊല്ലേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈണം എന്നത് ഒരു അത്യാവശ്യ ഘടകമാണ് കവിതയ്ക്ക് ഇപ്പോ. കാരണം അല്ലെങ്കിൽ ഒരാൾ വളരെ ബൗദ്ധികമായ ഒരു വ്യായാമമായി കവിത ആസ്വാദനം ഏറ്റെടുക്കത്തില്ല. കവിത നമുക്ക് ഒരു ചെറിയ ഇപ്പം നമ്മളെ തലോടി പോകുന്ന ചെറിയ കാറ്റ് പോലെ അത് ഒരാളെ വെറുതെ ഒന്ന് തലോടണം. അപ്പോൾ അയാൾ ശ്രദ്ധിക്കണം, അയാളെ ശ്രദ്ധിപ്പിക്കണം. അത് നമ്മുടെ ജോലിയാണ്, കവിയുടെ ജോലിയാണ്. അല്ലെങ്കിൽ കാസറ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഈണമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനു വെറുതെ കുറെ പിന്നണി ഗായകരെ ഇതിന്റെ പിന്നിൽ കൊണ്ടുവരുന്നത്? ഞാനിപ്പം രാത്രി ക്ലിങ് ക്ലിങ് എന്ന് രണ്ട് ശബ്ദം കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? കവി പാടുന്നു. ഈ പരിസ്ഥിതി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ആംബിയൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും താളവൃന്ദം മതി അല്ലേ, കാറ്റുമൊക്കെ. പക്ഷെ അത് ഇങ്ങനെ വിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നിർബന്ധിതനാകുകയല്ലേ, അത് വിൽക്കണമല്ലോ. കവിക്കാണെങ്കിൽ പണ്ടും പട്ടും വളയും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു പുട്ടും പഴവും പോലും ആരും വാങ്ങി തരത്തില്ല. അപ്പൊ ആസ്വദിക്ക് എന്ത് ചെയ്യണം? നമ്മൾ വിറ്റേ പറ്റൂ. യെസ്. അപ്പൊ കവിത എഴുതുക എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതി വെച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് പോലും ഞാൻ ചെയ്യാറില്ല. എൻ്റെ വണ്ടി പോലും ഞാൻ ഓടിക്കാറില്ല. കാരണം എനിക്ക് പറ്റിയ പണിയല്ലാതെന്ന് എനിക്ക് എപ്പോഴും തോന്നും. കാരണം എൻ്റെ മനസ്സെപ്പോഴും എന്ത് ചെയ്യും? ഡ്രാഗ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു വിഷയം എന്നെ എന്ത് ചെയ്യും? ഞാൻ വലിച്ചോണ്ട് പോക്കളയും. അതെൻ്റെ ന്യൂനതയാണ്. എനിക്ക് വേറെ സ്ഥലത്ത് ചില ഗുണം കവിത കൊണ്ടുണ്ടെങ്കിൽ കവിത അല്ലെങ്കിൽ ആ മനസ്സിലേക്ക് വേറെ ദോഷങ്ങളുണ്ട്. അത് നമ്മളെ വേദനപ്പെടുത്തുന്ന വേറൊരു മനസ്സുമായിട്ട് നമ്മൾ ജീവിക്കുകയാണ് ഒരു ലോകത്ത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരാൾ കല്ല് കൊത്താൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ വലിയ അധ്വാനമുള്ളൊരു ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ കവിയാവണമെന്ന് നിർബന്ധമില്ല. കവിയാകാൻ കിട്ടുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട് ജീവിതത്തിൽ. അത് ജീവിതം തരണം നമുക്ക്. അതിലൊരു പൈതൃകമുണ്ട്, ഈ ഒരു കവിതാസിദ്ധി കിട്ടിയ പൈതൃകമായിട്ട് ഉണ്ടാവാം. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഒരു പാട്ടുകൾ ഉണ്ടാക്കുന്നവരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മമ്മയ്ക്കൊക്കെ ഉള്ളതിനേക്കാൾ സിദ്ധിയുള്ളവർ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ കൃഷിക്കാർക്കുണ്ട്. അവർ കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും ഒക്കെ വീട്ടിൽ ഈ തല്ലുമ്പോഴൊക്കെ അവർ പാടുന്ന പാട്ടുകളുണ്ട്. അതൊക്കെ ചിലതൊക്കെ കുറച്ച് അശ്ലീലമൊക്കെ കളർന്നതാണ്. പക്ഷെ ഇവര് സ്വയംകൃതമാണിത്. അതാണ് എന്റെ തമാശ. അതൊരിക്കലും നമുക്കൊരു ഒരു മാധ്യമത്തിൽ പറയാൻ പറ്റത്തില്ല, അല്ലാതെ പറയാനില്ല. ഭയങ്കര രസകരമാണ് ഇവരെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. അതായത് ഗ്രാമം, അവിടുത്തെ സ്ത്രീകളുടെ പാട്ടുകൾ, സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന പാട്ടുകൾ, അവരുടെ പാട്ടുകൾ അവര് കളിയാക്കും. ഇപ്പൊ തുരുത്തിലെ ഒരു പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നന്ദനും തുമ്പിയും കൊച്ചുപാരൽ കുഞ്ഞും കുട്ടയിലാക്കി നടന്നു ലൂസിയ. ലൂസിയ എന്ന് പറഞ്ഞത് ഒരു മീൻകാരി അതുവഴി വരുന്നതിനെ കുറിച്ച് അവിടെയുള്ള ആളുകൾ പാട്ടുണ്ടാക്കും. വസ്തുനിഷ്ഠമായ കാര്യങ്ങളിൽ കൂടെ ഉരുത്തിരിഞ്ഞു വന്ന കവിതകൾ, അതിൽ ഏറ്റവും അധികം സ്വാധീനിച്ച കവിത ഏതാണ്? എങ്ങനെ? ഈ ഇപ്പോഴത്തെ കവിതകളാണോ പഴയ കവികളോ? അല്ല, സ്വന്തം ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കവിതകളിൽ ഓരോ കവിതയിലും അതിൻ്റെതായ ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. ശരി, അതിൽ ഇഷ്ടമുള്ള ഒരു കവിത ഒന്ന് ചൊല്ലാമോ? അങ്ങനെ ചൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ വളഞ്ഞു പിടിച്ചതാണല്ലേ. ബൊട്ടു നീങ്ങുന്നു ആറിന്റെ നിറയൗവനത്തിന്റെ മുറിവിലൂടെ, കറുക നമ്പിന്റെ സ്ത്രൈണഭാവങ്ങളിൽ മിഴികളീറനാകുന്നു. ബൊട്ടു നീങ്ങുന്നു ആറിന്റെ നിറയൗവനത്തിന്റെ മുറിവിലൂടെ, കറുക നാമ്പിന്റെ സ്ത്രൈണഭാവങ്ങളിൽ മിഴികളീറനാകുന്നു. കടലിന് കാഴ്ച വസ്തുക്കളായി അജ്ഞാത ജഡങ്ങളും കടപുഴകി വീഴുന്ന തരുവിന്റെ തേങ്ങലും പേറി ഒഴുകുമീ ആറിന്റെ നേർമാറിലൂടെ, ഒരു പ്രതിവിപ്ലവത്തിന്റെ ശീലു പോലെ എന്റെ ബോട്ടു നീങ്ങുന്നു. മനസ്സ് വേവുന്ന കവിതയിലൂടെ ഒരുപാട് പ്രതിഷേധം, ഒരുപാട് അമർഷം, ഇവയെല്ലാം കവി മനസ്സിലുണ്ട് അല്ലേ? ആ ഒരു കാഴ്ചപ്പാട്, അത് ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു കവിതയുണ്ട്. ഈ ഒരു അമർഷം തന്നെയാണ്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കവിതകൾ, അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പം അക്ഷയത്രിയുടെ ആത്മകഥം എന്നുള്ള കവിതാ സമാഹാരത്തിൽ AD 2001 എന്നുള്ള കവിതയിൽ 2 വരികളുണ്ട്. ക്ലോണിംഗ് സന്തതികൾക്കെല്ലാം ഒരേ മുഖം, ആരാച്ചാരുടെ മുഖമെന്നും, ഗർഭപാത്രത്തിന്റെ വാടക ചോദിക്കുന്ന പുതിയ തലമുറ, അവർക്ക് അമ്മ എന്നുള്ളത് വെറും ഒരു പദം മാത്രമാണെന്നും. ശരിക്കും പറഞ്ഞാൽ ആധുനിക യുഗത്തിന്റെ മാറിയ മുഖത്തിനെ കുറിച്ച് താങ്കൾക്ക് വല്ലാത്ത വേദനയുണ്ടോ? പക്ഷെ ഒരുപാട് വരികൾ എഴുതാനില്ലല്ലോ. ഞാനിപ്പോഴും പറഞ്ഞ കവിതയ്ക്കാണ് ഒരുപാട് വരിയുണ്ട് അല്ലേ? ആ കവിതയ്ക്ക് കുറച്ച് വരികളുള്ളൂ. വലിയ കവിതകൾ എപ്പോഴും പ്രണയ കവിതകളായി മാറാറുണ്ടല്ലേ? പ്രണയം വളരെ തരളിതമാണ്, അത് ഭയങ്കര ചാകിതവുമാണ്.
ഞാൻ പ്രണയകഥ എഴുതുന്ന കാലത്ത് ഏത് പെണ്ണുകളും എനിക്ക് പ്രേമം തോന്നുന്നുള്ള പ്രശ്നം. അതൊരു മാനസിക രോഗം നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പൊ അതൊരു പക്വതയില്ലായ്മയല്ലത്. സൗന്ദര്യത്തിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു മാനസിക പ്രവണതയുണ്ട് കവികൾക്ക്. അത് കവികളുടെ ഒരു സ്വത്വമായിട്ട് അലിഞ്ഞു കയറുന്ന. അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിനോട് അങ്ങനെ നോക്കുക. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ആള് വ്യക്തിയെ മാത്രമല്ല, വ്യക്തിഗതമല്ല, എന്തിനോട് നമുക്ക് സൗന്ദര്യ ആരാധന ഒരു വിഷയമായി വരും. അപ്പം നമ്മൾ ഈ ആരാധിച്ചുകൊണ്ട് നോക്കി നടക്കുക എന്ന് പറയുന്നത് ഒരു പ്രായമുള്ള ആൾക്ക് പറ്റിയ പണിയല്ലല്ലോ. പക്ഷെ അത് ആ ടൈം നമ്മളെ വിടും. അതെല്ലാ എഴുത്തുകാർക്കും ആ പ്രശ്നങ്ങളുണ്ട്. എഴുത്തുകാർ അങ്ങനെ തന്നെ ഇരിക്കുന്ന ആൾക്ക് അത് ബ്ലോക്കായി തീരും. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊരു വിഷയം ഉണ്ടാവും. കാരണം ഈ വിഷയത്തിന് മാത്രം നോക്കിയിരിക്കുന്ന ആൾ ഒരു സമയത്ത് കുറെ കൂടെ അയാളുടെ മനസ്സിൽ പെട്ടെന്ന് പക്വമാകുന്നതാണ് ആ പ്രശ്നം. ചിലപ്പോൾ ഇനി തിരിച്ചും പ്രണയത്തിലേക്ക് വന്നുകൂടാന്നൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറയുന്നു, ഇപ്പൊ ഞാൻ എന്താണ് പ്രണയാതുരനായ ഒരു കവിയല്ല, എന്നാൽ ഒരുപാട് കവിത പ്രണയത്തിനെ കുറിച്ച് ഞാൻ എഴുതിയ ആളാണ്. ഈ പറഞ്ഞതുപോലെ കുറച്ച് പക്വതയാർന്ന ഒരു കവിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ല, ആള് വ്യക്തിക്ക് കവിയായോ അറിയാമയ്യ, അത് കുറെ കൂടെ കഴിയുന്നു. വ്യക്തി എന്നുള്ള നിലയിൽ അതെ, മകളുടെ അച്ഛനാകുന്നത് ഒരു വലിയ കാര്യമാണ്. അതൊരു സിദ്ധിയും കൂടിയാണ്. ഒരാൾ നന്നാവാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം ഒരു കുട്ടിയുടെ അച്ഛനാവുന്നുള്ളത്. അത് പെൺകുട്ടിയുടെ നമ്മൾ കുറെ കൂടെ പക്വമാവുന്നുള്ളതാണ്. ഇതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു കർമ്മ മേഖല താങ്കൾക്കുണ്ട്. അഭിഭാഷകനാണ്. ഒരിക്കൽ എഴുതി കണ്ടു, 3 മാസം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ 7,000 രൂപയാണ് ശമ്പളം കിട്ടുകയെന്ന്. അതിലും കൂടുതൽ കവിതയിൽ കൂടെ നേടുന്നുണ്ട് എന്നുള്ളത് പറയാം. കാരണം ഒന്നാമത്തെ കാര്യമല്ല, ഈ നല്ലത് ചെയ്യുന്ന ആൾക്കാരൊന്നും സാറിന് കോടതി വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ ഗാന്ധിയെ ആൾട്ടിരുന്ന പ്രശ്നമാണെന്നല്ലോ. ഗാന്ധി കള്ളം പറയുന്ന ആളെന്ന് പേരുള്ള ഒരാളിനെ പറ്റിയ പണിയല്ലോ എന്ന് പറഞ്ഞല്ലേ. എന്തെങ്കിലും ഞാൻ ആ പ്രൊഫഷനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഡിഗ്രി എടുത്തത്. അപ്പം അതിന് കൊടുക്കുന്നൊരു തൂക്കമുണ്ട് എനിക്ക്. ഞാൻ എപ്പോഴും ആ പ്രൊഫഷൻ മാത്രമല്ല എവിടെയും ആ പ്രൊഫഷൻ എന്നുള്ളതുകൊണ്ട് എനിക്കൊരു അതിൻ്റെ ഒരു വെയിറ്റേജ് എപ്പോഴും കിട്ടാറുണ്ട്. ഒരു അഡ്വക്കേറ്റ് ആണ് എന്നുള്ളതുകൊണ്ട്. എങ്ങനെയായിരുന്നു ഓണക്കാലം, കുട്ടിക്കാലത്തെ ഓണക്കാലം എങ്ങനെയായിരുന്നു? ഓണക്കത്തെ നാട്ടിൻപുറത്തെ ഓണം ഭയങ്കര സമൃദ്ധമാണല്ലോ. ഊഞ്ഞാലും പിന്നെന്താ തുമ്പി തുള്ളലും അങ്ങനെ കുറെ കളികളൊക്കെ ആയിട്ട് കടുവ ഒക്കെ പ്രശ്നമാണ്. കുറെ കുട്ടികളുടെ ഒരു കാലമാണല്ലോ ഓണക്കാലം. അത് എപ്പോഴും സമൃദ്ധമായിരുന്നു ആ കാലം. ഇപ്പൊ കുറച്ച് അതിൻ്റെ ഒരു രസം വാങ്ങിയിട്ടുണ്ട്. അതിന് കാരണം നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന പരിപാടി തന്നെയാണ്. ഈ പരിപാടിയും കാണാൻ ആൾക്കാർ വേണ്ടേ? ഓണം കളിക്കാൻ പോയി ഈ പരിപാടി കാണാനെല്ലാം വേണ്ടേ? പരിപാടി അല്ലെങ്കിൽ ഏത് പരിപാടിയും കാണാൻ ആൾക്കാർ ടിവിയുടെ മുമ്പിൽ തന്നെയാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ മാറ്റങ്ങളുണ്ടാവും. എന്തായാലും പ്രണയ കവിതകൾ എഴുതുന്ന താങ്കൾ വളരെ എന്താ പറയേണ്ടത് തീവ്രമായിട്ടും യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പല പ്രണയ കവിതകളും എഴുതിയിട്ടുള്ളത്. പ്രണയകാലം എന്നുള്ള കവിത പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്തായാലും താങ്കളിൽ നിന്നും ഇനി അധികം പ്രണയ കവിതകൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സന്ദേഹമുള്ളത് കൊണ്ട് മനോഹരമായൊരു പ്രണയം. പാടാതിരിക്കുവാനാവില്ല എനിക്കെന്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ, പാടാതിരിക്കുവാനാവില്ല എനിക്കെന്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ, രാപ്പാടിയല്ലേ രാഗാർദ്രനല്ലേ നിശാഗന്ധി പൂക്കുന്ന യാമമല്ലേ, പാടാതിരിക്കുവാനാവില്ല എനിക്കെന്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ, പൂപ്പാടമൊക്കെ തഴുകിയെത്തും കാറ്റിലോമൽ കുയിൽ നാദമുണ്ടോ, ആരുമേ ചൂടാതടർന്നതാം പൂവിൻ്റെ നിശ്വാസ ചൂടേറ്റുകൊണ്ടേ, രാവേറെയായിട്ടും ഇമയടയ്ക്കാതെ ഞാനിതുവരെ കാണാത്തൊരിണ കേൾക്കുവാൻ എൻ്റെ ഉയിർ ഞെക്കി വീഴ്ത്തുന്ന കണ്ണീർ കിണുങ്ങവേ, പാടാതിരിക്കുവാനാവില്ല എനിക്കെൻ്റെ പിടയെ പിരിഞ്ഞിരിക്കുമ്പോൾ, പാടാതിരിക്കുവാനാവില്ല എനിക്കെന്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ, പാടാതിരിക്കുവാനാവില്ല എനിക്കെന്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ.